മധ്യവേനൽ അവധിയായതോടെ തമിഴ്നാടൻ ഗ്രാമമായ കമ്പത്തേക്ക് മുന്തിരിത്തോട്ടം കാണാൻ സഞ്ചാരികളുടെ ഒഴുക്ക്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നാണ് സഞ്ചാരികൾ അധികവും കമ്പത്തേക്ക് എത്തുന്നത്. മൂപ്പെത്തി പഴുത്ത വിളവെടുപ്പിന് പാകമായി കിടക്കുന്ന മുന്തിരിക്കുലകൾ സഞ്ചാരികളിൽ കൗതുകം സമ്മാനിക്കുന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ ഭാഗമായ കമ്പം മുന്തിരി കൃഷിക്കേറെ പ്രസിദ്ധമാണ്. പശ്ചിമഘട്ടത്താൽ ചുറ്റപ്പെട്ട താഴ്വരയിലാണ് മുന്തിരി കൃഷി. സീസൺ ഇല്ലാത്ത കൃഷിയാണ് കമ്പത്തേതെന്നതാണ് പ്രധാന പ്രത്യേകത. 2 തവണ പ്രധാന വിളവെടുപ്പും 1 തവണ ഇടവിളവെടുപ്പും നടക്കുന്നു. வருஷத்துக்கு 3 சீசன் எடுப்போம். வெயில் காலத்தில் பிரச்சனை இல்லை, மழை காலத்தில் கொஞ்சம் சீக்கடிக்கும், மருந்து அடிச்சுக்கிடுவோம். அதில் ஒன்றும் பிரச்சனை இல்லை. வருஷத்தில் 3 சீசன் நல்லா இருக்கும். கார்த்திகை மார்கழி இதில் தான் சீக்கடிக்கும், மழை காலம் அந்த பனியில். மற்றபடி மற்ற மாசமெல்லாம் வெயில் அடிக்கல நல்லா இருக்கும். കറുത്ത പനീർ മുന്തിരിയാണ് കമ്പത്ത് പ്രധാനമായും കൃഷിയിറക്കുന്നത്. രുചിക്കും മണത്തിനുമൊപ്പം ഔഷധ ഗുണത്തിനും പേരുകേട്ടവയാണ് പനീർ മുന്തിരി. മധ്യവേനൽ അവധിയായതോടെ മുന്തിരിത്തോട്ടം കാണാനായി സഞ്ചാരികൾ ഒഴുക്കാണ് കമ്പത്തേക്ക്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നാണ് സഞ്ചാരികളിലധികവും കമ്പത്തേക്ക് എത്തുന്നത്. நிறைய வர்றாங்க. கெஸ்ட்டுக்காக வந்து நாங்கள் விஷம் அடிக்காம பஞ்சகவியாக அடிச்சுக்கிட்டோம். മൂപ്പെത്തി പഴുത്ത് വിളവെടുപ്പിന് പാകമായി കിടക്കുന്ന മുന്തിരിക്കുലകൾ സഞ്ചാരികളിൽ കൗതുകം സമ്മാനിക്കുന്നു. വർഷം മുഴുവൻ കൃഷിയുണ്ടെങ്കിലും ജനുവരി മുതൽ മെയ് വരെയും ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയുമാണ് ഏറ്റവും കൂടുതൽ മുന്തിരിയുടെ വിളവെടുപ്പ് നടക്കുക. മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ജലവും പശ്ചിമഘട്ട താഴ്വരയിലെ പ്രത്യേക കാലാവസ്ഥയുമാണ് കമ്പത്തെ മുന്തിരിയുടെ നാടാക്കി മാറ്റുന്നത്. പാടങ്ങളിൽ നേരിട്ട് പോയി മുന്തിരി പറിക്കാനും ഫ്രഷ് മുന്തിരി ജ്യൂസ് കുടിക്കാനും മിക്ക തോട്ടങ്ങളിലും സൗകര്യമുണ്ട്. ഒപ്പം തന്നെ മായം കലരാത്ത മുന്തിരി വൈനും ജാമും ഇവിടെ നിന്ന് വാങ്ങാം. കൈരളി ന്യൂസ്, ഇടുക്കി.